നമസ്കാരം. പതിരും കതിരും. നമുക്കാദ്യം ദ്വാരപാലകരെ പറ്റി സംസാരിച്ചു തുടങ്ങാം. ശ്രീകോവിലിൻ്റെ കാവൽക്കാരായ പ്രതിമകളാണ് ദ്വാരപാലകർ. യോദ്ധാക്കളുടെ രൂപത്തിലുള്ള ഇവ ഗദ പോലെയുള്ള ആയുധങ്ങളുമായി കാവൽ നിൽക്കുന്നു. ദ്വാരപാലകർ രക്ഷാധികാരികളാണ്. ഭയാനക രൂപമുള്ള യോദ്ധാവായോ ഭീമാകാരന്മാരായോ ഇവയെ ചിത്രീകരിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ കടക്കും മുമ്പ് തന്ത്രിയോ പൂജാരിയോ ദ്വാരപാലകരുടെ അനുമതി തേടി മണിമുഴക്കുന്നു. പുരാണങ്ങളിൽ ഏറ്റവും പ്രസിദ്ധരായ ദ്വാരപാലകർ ജയവിജയന്മാരാണ്. മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരാണ് ജയവിജയന്മാർ. ഹിരണ്യാക്ഷന് ഹിരണ്യകശിപുമാർ, രാവണന് കുംഭകർണന്മാർ, ശിശുപാലന് ദന്തവക്രന്മാർ. ഇങ്ങനെ പ്രധാന ദ്വാരപാലകർ പലരുണ്ട്. ഇനി കാര്യത്തിലേക്ക് വരാം. പിണറായി വിജയൻ്റെ ദ്വാരപാലകരായ ജയരാജന്മാരുടെ പൊതിച്ചിലഴിക്കും പോലെയല്ല ശബരിമല അയ്യപ്പൻ്റെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി അഴിച്ചെടുത്ത് ചെന്നൈയിലേക്ക് കടത്തുന്ന പരിപാടി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള സ്പെഷ്യൽ ഓഫീസറുടെ പെർമിഷൻ തേടിയാണ് ശബരിമലയിൽ സ്വർണ്ണപ്പണികളും മറ്റും നടത്തേണ്ടത്. ശബരിമല അയ്യപ്പൻ്റെ പിതൃസ്ഥാനത്തുള്ള പന്തളത്ത് രാജാവിനേക്കാൾ വല്യച്ഛനായി പിണറായി നിയമിച്ചിരിക്കുന്ന ദേവസ്വം ബോർഡിന് അതിൽ കൂടുതൽ അനുവാദം ഒന്നും തന്നെ ആവശ്യമില്ല പോലും. അവർ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അടർത്തിയെടുത്ത് അറ്റകുറ്റപ്പണികൾക്കായി നാട് കടത്തി. ഉച്ചയ്ക്ക് കുത്തി കവരുന്ന ദിക്കിൽ വെച്ചേക്കുമോ ധനധാന്യമെല്ലാമെന്ന് കുഞ്ചൻ നമ്പ്യാർ ചോദിച്ച പോലെ പട്ടാപ്പകൽ കാണാവുന്ന ഇടത്തു നിന്ന് ഒരു സാധനം അനുമതിയില്ലാതെ അടിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ കണ്ടതും കാണാത്തതുമായി എന്തെല്ലാം മലയിറങ്ങി പോകുന്നുണ്ടാകണം. 2019 നിർമ്മിച്ച സ്വർണ്ണപ്പാളിക്ക് 40 വർഷത്തെ വാറണ്ടിയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 6 വർഷമായപ്പോഴേക്കും ചെമ്പ് തെളിഞ്ഞു. അത് നിർമ്മിച്ച് കളിപ്പിച്ചവന്മാരുടെ അടുത്തേക്കാണ് വീണ്ടും സാധനം അടർത്തിക്കൊണ്ടുപോയത്. ചെന്നൈയിൽ കൊണ്ടുപോയി വിദഗ്ധമായി നിർമ്മിക്കേണ്ട സാധനമല്ല അത്. മര്യാദയ്ക്ക് കൊണ്ടുപോയ സാധനം തിരിച്ചെത്തിക്കാനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അയ്യപ്പൻ്റെ മുദ്രമാല, ജപമാല, യോഗദണ്ഡ് എന്നിവയുടെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് നേരത്തെയും കോടതി ഉത്തരവ് നൽകിയിരുന്നു. അതും ലംഘിച്ചാണ് സ്വർണ്ണപ്പാളി പമ്പ കടത്തിയത്. കാരണഭൂതനപ്പുറം ഒരു അപ്പീൽ അധികാരവും കോടതികൾക്കില്ല എന്ന മട്ടിലാണ് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും അഹങ്കാരം. തന്ത്രിയുടെ അനുജ്ഞപ്രകാരമാണ് സ്വർണ്ണപ്പാളികൾ ഇളക്കിയതെങ്കിലും അത് പമ്പ കടത്താൻ തന്ത്രി അനുവാദം നൽകിയിരുന്നില്ല. ക്ഷേത്ര ശരീരത്തിൻ്റെ ഭാഗമായാണ് ഇതെല്ലാം കാണുന്നത്. അറ്റകുറ്റപ്പണി സന്നിധിയിൽ വെച്ച് തന്നെ നടത്തണമെന്നാണ് നിയമം. ഈ പൊളിച്ചുകടത്തിൽ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചിട്ടുള്ളതാണ്. സംഗതി വിവാദമായതോടെ ദേവസ്വം ബോർഡ് ഒരു തൊടുന്യായം കണ്ടെത്തിയിട്ടുണ്ട്. അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താനാണത്രേ വിവാദമുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അയ്യപ്പന് നല്ല ശോഭയുണ്ടാക്കുന്ന പണികളാണല്ലോ പിണറായി സർക്കാർ ചെയ്തതെല്ലാം. അയ്യപ്പ സംഗമം നടത്തുന്നത് ഇതുപോലെ ഓരോന്ന് ഇളക്കിയെടുത്ത് ചെന്നൈക്ക് കടത്താനാണോ പ്രശാന്തേ? ഇതിങ്ങനെ പോയാൽ അയ്യപ്പൻ്റെയും മാളികപ്പുറത്തമ്മയുടെയും ഒക്കെ അവസ്ഥ എന്താകുമോ എന്തോ. പുതുതായി പൂശാൻ നിശ്ചയിച്ചത് 303 ഗ്രാം സ്വർണമാണത്രേ. പണിത് തകരാറാക്കിയ ഇടത്തേക്ക് തന്നെ കരുണാമയന്മാരായ ദേവസ്വം ബോർഡ് വീണ്ടും അറ്റകുറ്റപ്പണി നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്നു. അയ്യപ്പ സംഗമം തന്നെ ഭൂലോക ഉഡായിപ്പാണ് എന്നതിന് പ്രത്യേക തെളിവുകൾ ഒന്നും തന്നെ വേണ്ടതില്ല. വെള്ളാപ്പള്ളി നടേശൻ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് ചന്ദനത്തിന് വിൽക്കുന്നവൻ മുതൽ ഓട്ടോറിക്ഷക്കാരൻ വരെ വലിയ സമ്പന്നന്മാരാകുമെന്നാണ്. പമ്പയിൽ ഓട്ടോക്കാരെ കയറ്റി വിടുമോ നടേശ? ഓട്ടോയിൽ കയറിയാണോ പ്രതിനിധികൾ പമ്പാ സംഗമത്തിന് എത്തുന്നത്? അല്ല വെള്ളാപ്പള്ളി, ചന്ദനത്തിന് വിൽക്കാനാണോ അയ്യപ്പ സംഗമം നടത്തുന്നത്? പിണറായി വിജയന്റെ ദ്വാരപാലകരുടെ വേഷത്തിലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും എന്ന് തോന്നുന്നു. ഒരു മനുഷ്യന്റെ സകല ഇംഗിതത്തിനും ഏകാധിപത്യത്തിനും സർക്കാരും സകല സമുദായങ്ങളും പാർട്ടിയും ദേവസ്വം ബോർഡും എല്ലാം ഒന്നിച്ചണിനിരക്കുന്ന അപൂർവമായ കാഴ്ചയാണിത്. എല്ലാ സംഗമങ്ങളും പിണറായി തീരുമാനിക്കും. സകലരും അവിടെ ഹാജരായിക്കൊള്ളണം. തത്വമസിയുടെ പ്രചാരത്തിലൂടെ വേണം കേരളത്തിലെ കമ്മ്യൂണിസത്തിന് ഒരു ഭാവി ഉണ്ടാകാൻ. ശബരിമലയുടെ പ്രധാന ഇടത്താവളമായി AKG സെൻറ്റർ മാറുമോ എന്തോ. വാവരുസ്വാമിയുടെയും മാർക്സിൻ്റെയും ദ്വാരപാലകന്മാരുടെയും സ്വർണം പൂശിയ പ്രതിമകൾ AKG സെൻറ്ററിന് മുമ്പിൽ സ്ഥാപിക്കണം. വൃശ്ചികത്തിലെ മാലയിടൽ അവിടെ തുടങ്ങണം. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയുടെ അവസാന രംഗത്ത് ശബരിമല അയ്യപ്പന്മാരും CPMൻ്റെ പ്രകടനക്കാരും ഒന്നിച്ചു കൂടിച്ചേർന്ന് പോകുന്ന ഒരു രംഗമുണ്ട്. എൻ്റെ പൊന്നു ശ്രീനിവാസ, നിങ്ങളെപ്പോലെ ഒരു പ്രവാചകൻ വേറെ ആരുണ്ട് മലയാള സിനിമയിൽ? കമ്മ്യൂണിസത്തെ തുരന്ന് കാപട്യത്തിൻ്റെ നെയ് നിറച്ച് നിങ്ങളടിച്ച അടിയുണ്ടല്ലോ, അതിന്നും ഈ പാർട്ടിയെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ട്. ഹൈക്കോടതിയെയും കോടതി നിയമിച്ച സ്പെഷ്യൽ കമ്മീഷണറെയും വെട്ടിച്ച്
ഇങ്ങനെ പാളി പാളിയായി എന്തെല്ലാം അവിടെ നിന്ന് കടത്തുന്നുണ്ടാകും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് പോലുമില്ലാത്ത കൊടുങ്കാട്ടിൽ പോയിരുന്നതാണ് അയ്യപ്പൻ. അവിടെയും സ്വസ്ഥത കൊടുക്കില്ലെന്നായി.